ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വൊക്കാബ്സ്പീഡിയയുടെ SCERT പീഡിയ എന്ന് പറയുന്ന ബുക്കിൻ്റെ റിവ്യൂ ആണ്. ഇതൊരു റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ബുക്കാണ്. അപ്പം SCERTയുടെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഗൈഡുകളൊക്കെ ഓരോ ചാപ്റ്റർ വൈസ്, അതായത് ഇപ്പോൾ 5 to 10 വരെയുള്ള ഓരോ ക്ലാസ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ഓർഡറിൽ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിലബസിനനുസരിച്ചിട്ട് ഓരോ ബുക്സിൻ്റെ ഓരോ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്തിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം അധിനിവേശം, ചെറുത്തുനിപ്പ്, യൂറോപ്യന്മാരുടെ വരവ്, ഇതൊക്കെ നമുക്ക് LDCക്കൊക്കെ ഉള്ളൊരു ടോപ്പിക്കാണല്ലോ. അപ്പം ഇതിൻ്റെ തന്നെ പല ചാപ്റ്റേഴ്സിലായിട്ടാണ് SCERTയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ കുറച്ച് നോട്ട്സ് കാണും, ഒരു ചാപ്റ്റർ കാണും. പിന്നെ 8th സ്റ്റാൻഡേർഡിലായിരിക്കും കുറച്ച് നോട്ട്സ് ഉള്ള ചാപ്റ്റേഴ്സ് വരുന്നത്. പിന്നെ 10th സ്റ്റാൻഡേർഡ് അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഓരോ ടോപ്പിക്കിനനുസരിച്ചിട്ട് എല്ലാ ചാപ്റ്റേഴ്സിനെയും, പല ക്ലാസ്സിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പം ഞാനിതിൻ്റെ സിലബസും അതിൻ്റെ ഇൻഡെക്സ് പേജസും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നോക്കാനാണെങ്കിൽ ഇവിടെ സോഷ്യൽ സയൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നോക്കാം. ഇപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതാണ് നമ്മുടെ ടോപ്പിക്കെങ്കിൽ അതിന് അണ്ടർ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ ക്ലാസ്സിലാണോ അതിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്ലാസ് 8ൻ്റെ ചാപ്റ്റർ 1 ആണ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വരുന്ന ഇത്രയും ടോപ്പിക്സും അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നോക്കാം. ഇപ്പം ഈ ഒരു ചാപ്റ്ററിൽ അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് SCERTയിലുള്ള സംഭവങ്ങളൊക്കെ അതും അവർ ഫില്ല് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ്, അതുപോലെ തന്നെ ടേബിൾസ്, ഇതൊക്കെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും റിവിഷൻ്റെ സമയത്തൊക്കെ നമുക്ക് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നവരല്ല, നോട്ട് എഴുതാൻ മടിയുള്ളവരാണെങ്കിൽ റിവൈസ് ചെയ്യാനായിട്ടൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇവരുടെ ഈ ടെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു ഗൈഡ് വാങ്ങുന്നതിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി യൂസ്ഫുൾ ഇപ്പോൾ SCERTയുടെ ഈ ഒരു ബുക്ക് വാങ്ങി പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ജോഗ്രഫിയുടെ ആവട്ടെ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ടോപ്പിക് ഇങ്ങനെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ സയൻസിൻ്റെ ബുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പം സയൻസിൻ്റെ ബുക്ക് നോക്കാനാണെങ്കിൽ ഇതിലും ഇതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും അറേഞ്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോ പോർഷനിലും ഇപ്പം ക്ലാസ് 7, 8 അങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഓരോ ടോപ്പിക്കിന് അണ്ടറിലും ഏതൊക്കെ ക്ലാസ്സിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഫിഗേഴ്സ്, ടേബിൾസ്, അങ്ങനെയുള്ള എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഈ ടെക്സ്റ്റ് വായിക്കുന്ന ആ ഒരേ സെയിം ഫീലിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ നോക്കി വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ 2 ബുക്ക്. അപ്പോൾ ഈ 2 ബുക്കിനും കൂടെ 750 റുപ്പീസാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 60 രൂപ ഡെലിവറി ചാർജും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതുവരെ വാങ്ങിയ എല്ലാ ഗൈഡുകളിലും എനിക്ക് തോന്നുന്നു അതിലുമൊക്കെ മികച്ചതായിട്ട് വരുന്നൊരു ബുക്ക് ഈ ഒരു ബുക്ക് തന്നെയാണ്. നമുക്ക് ബേസ് റെഫറൻസ് ടെക്സ്റ്റ് പഠിക്കാം. ഈ 2 ബുക്കിൽ ഒരു കാര്യം നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. ഇത് 2 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സും പഠിക്കേണ്ട ബുക്കുമാണ്. അപ്പോൾ ഈ നമ്മളൊരു ഗൈഡ് വാങ്ങി ഗൈഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലും നല്ലത് ഇങ്ങനെ SCERTയുടെ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്ന ടോപ്പിക്സ്, ഇതിപ്പോൾ ഇതിൽ മാത്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല, മലയാളം, ഇംഗ്ലീഷ് ഒന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അഡീഷണലി പഠിക്കാം. എന്നിട്ട് ബേസ് തൊട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബുക്ക് വാങ്ങി ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് PYQ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നല്ലതായിരിക്കും.